നമ്മളെ അത്രമേൽ ആശങ്കപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ അവിടെ മഴ ശമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നു എന്നാണ് അറിയുന്നത്. ഇനി വീടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയാണ് ബാക്കി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അതൊക്കെ നടക്കുന്നത്? അത്രമാത്രം വീടുകളൊക്കെ എന്തവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്? അക്ഷയ, മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ കുറഞ്ഞുവെങ്കിലും വെള്ളത്തിന്റെ വരവ് പൂർണ്ണമായും നിലച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. ഇന്നലെ നമ്മൾ ഈ പ്രദേശത്തുകൂടി വരുമ്പോൾ ഈ കാണുന്ന റോഡെല്ലാം നിറയെ വെള്ളമായിരുന്നു. ഇതിപ്പോൾ ഈ തൊട്ടപ്പുറമുള്ള ക്ഷേത്രവും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ ക്ഷേത്രത്തിലൊക്കെ ഇപ്പോഴും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെള്ളം മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ക്ഷേത്രമൊക്കെ ഉള്ളത്. പക്ഷേ ഈ റോഡിൽ കൂടി കയറിയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ്. ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറിൽ മഴ പെയ്തില്ല എങ്കിൽ കാര്യമായ പ്രശ്നമില്ലാതെ ഇത് അവസാനിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്ഷേത്രം പോലെ നമ്മൾ നേരത്തെ കുട്ടവഞ്ചിയിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെയൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ആ വീടുകളിലെ ആളുകളൊക്കെ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആ അവസ്ഥയിലാണുള്ളത്. നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയായിരുന്നു ഇന്നലെ ഇങ്ങനെ പമ്പയിൽ നിന്നുള്ള വെള്ളം കയറി ഈ പ്രദേശമെല്ലാം. ഇതെല്ലാം പാടമാണ്. പക്ഷേ ഇത് പാടമാണോ പുഴയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. പക്ഷേ ഒഴുക്ക് നിലച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ കൂടി മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ കാര്യമായ പ്രശ്നമില്ലാതെ ഇത് ഒഴിവായി പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വെള്ളം അങ്ങ് ഒഴുകിയിറങ്ങിയാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ആളുകൾക്കും വലിയ ആശ്വാസമുണ്ട്. ഇന്നലെയൊക്കെ ആശങ്കപ്പെട്ടിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ആ ആശങ്കയൊക്കെ മറികടന്ന് ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ പല ആളുകളുമൊക്കെ തിരികെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ മീൻ പിടിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുന്ന് ഈ ഒഴുകി വരുന്ന വെള്ളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഇവിടെ എല്ലാം ഈ പാടമെല്ലാം കഴിഞ്ഞ കുറേ കാലമായി കൃഷിയൊന്നും ഇല്ലാതെ കിടന്ന സ്ഥലങ്ങളും കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളുമൊക്കെയാണ്. അവിടെ ഈ പാമ്പ്, അതോടൊപ്പം തന്നെ മുള്ളമ്പന്നിയൊക്കെ റോഡിലൂടെ ഇറങ്ങി കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതുപോലെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ്. അവർ ഇവിടെ ജോലി ചെയ്യാൻ വന്ന ആളുകളൊക്കെ മീൻ പിടിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. അതാണ് കാണുന്നത്. ഇവർ ഒരുപാട് മീനൊക്കെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി മീൻ പിടിക്കുന്നത് അപകടമാണെന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടും അവർ ഈ അവിടേക്ക് ഇറങ്ങുന്നത്, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവർ അവസാനിപ്പിക്കുന്നില്ല. നേരത്തെ പോലീസ് അടക്കം ഇതിലേക്ക് കടന്നു പോയതാണ്. വലയൊക്കെ കെട്ടി മീനൊക്കെ പിടിക്കുകയാണ്. ഇന്നലെ പക്ഷേ ഇവരുടെ ഒരു അവസ്ഥ ഇതായിരുന്നില്ല. ഇന്നലെ വലിയ ആശങ്കയിലായിരുന്നു. ഇന്ന് പക്ഷേ ആശങ്ക മറികടന്ന് അവർ ഈ പറയുന്ന മീൻപിടുത്തത്തിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. ചേട്ടാ, ഈ മീൻപിടുത്തമൊക്കെ ഇതൊക്കെ അപകടമല്ലേ? അതുണ്ടോ, എന്താ ചെയ്യുന്ന? ഇപ്പൊ ജോലി ഇല്ലാത്ത കറി വെക്കാൻ വേണ്ടി മീൻ മേടിക്കും, പിടിക്കുക, അത്രേ ഉള്ളൂ. എവിടുന്നാ? നമ്മുടെ കരകനൂര്. എന്റെ വീട് ബീഹാറ്. ബീഹാറിന്നാ? കറി വെക്കാൻ വേണ്ടി പിടിക്കുന്നതാണോ? കിട്ടുന്നുണ്ടോ എന്നിട്ട്? കിട്ടുന്നുണ്ട്. ഈ ഇവിടെ ഈ സഞ്ചിയൊക്കെ मछली हम लोग इधर 2-3 കിലോ ഉണ്ടോ. ഇത് ഇനി കൊണ്ടിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ വെച്ച് 5-10 പേർക്ക്